സൺഡേ ആയിട്ടില്ലേ മുത്തശ്ശി നമ്മള് എന്താ കുട്ടികളൊക്കെ എന്തൊക്കെയാ ചെയ്യണമെന്നും അതേമാതിരി ഭക്ഷണം കഴിക്കേണ്ട കാര്യം കുറെ മാറ്റങ്ങളുണ്ട്. അതെ അതെ എന്താ വെച്ചാല് ഞായറാഴ്ചയാണ് അതുകൊണ്ട് പിന്നെ അമ്പലത്തിൽ നിന്ന് കുറച്ച് പലഹാരം കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ അവർക്ക് കുറെ സായി പറയുന്നു ഇപ്പൊ എന്താ അടയൊന്നും കിട്ടുന്നില്ല, അപ്പം കിട്ടുന്നില്ല. അതിനെ കാണിക്കാം. പിന്നെ മാളൂനാണ് ഈ ഡാൻസ് ക്ലാസ്സിന് പോവാൻ. അപ്പൊ അതിന്റെ ഒപ്പതൊക്കെ കാണിക്കാൻ വിചാരിച്ചിട്ടാണ്. കൊറേ ദിവസമായി സോപ്പ് ഉണ്ടാക്കുന്നതൊക്കെ ഓരോ തിരക്ക് കാരണം അങ്ങനെ നടന്നില്ല. അത് കുറച്ച് താമസമുണ്ട് അതിന് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ 7 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ സോപ്പ മുത്തശ്ശിന്ന് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ സൺഡേ ഫൺഡേ അല്ലേ അമ്മേ? അപ്പൊ നമുക്ക് ഓരോന്നായി കാണിക്കാം. അതിനെ കാണിക്കാം. ആയിക്കോട്ടെ. ഇരിക്കൂ. കുഞ്ഞാക്ക് ശർക്കര കണ്ടപ്പോ ശർക്കര വേണം. അപ്പൊ അവിടുന്ന് കുറച്ച് പൊട്ടിച്ച് കൊടുത്തു കിട്ടുമോ? അപ്പൊ ഞാൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കണേ. ഒരു ദിവസം കൂടി കൊടുത്തേക്കാ കുട്ടികളല്ലേ. അപ്പൊ ഞാൻ എന്തായാലും എന്നാലേ അരി അരക്കല്ലേ? ഇപ്പൊ അരി അരക്കല്ലേ? അതെ, ഉണ്ണിയപ്പത്തിനുള്ള നല്ല വൃത്തിയിലൊക്കെ കഴുകിയതാണ് അരി. ഇനി അത് അരക്കാം. അപ്പോഴേക്കും മുത്തശ്ശി എന്ത് ചെയ്യും? അരച്ചാകുമ്പോഴേക്കും മുത്തശ്ശി ശർക്കര ഒരുക്കി തരും. ശർക്കര ഞാൻ അരക്കും ഉണ്ടാക്കും ചെയ്യും. ഞാൻ മുത്തശ്ശിക്ക് എന്താ അറിയോ, പണ്ടൊക്കെ മുത്തശ്ശി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. ഇപ്പൊ എന്താന്ന് വെച്ചാലേ കുറച്ച് കാഴ്ച കുറവാണ്, കണ്ണടയൊക്കെ വെക്കണം. അപ്പൊ മുത്തശ്ശിക്ക് എണ്ണ ചൂടായി വരുമ്പോ കാരോലിലെ എണ്ണ ഇങ്ങനെ ഓരോ ഓട്ടോട്ടല്ല, ഓരോ കുഴിയാണല്ലോ. ആ കുഴിയിലേക്ക് ഒഴിക്കുമ്പോ മുത്തശ്ശിക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പൊ കുഴിയിലാവില്ല മുത്തശ്ശി ചിലപ്പോ മാവ് ഒഴിക്കുക. അപ്പൊ അതുകൊണ്ട് ഞാനാണ് ഉണ്ടാക്കാറ്. നമുക്ക് ഇനി ഇങ്ങനെ അരി അരക്കാം. ശർക്കര ഉരുക്കാൻ മുത്തശ്ശി കുറച്ചുള്ള വെച്ചേ നമ്മള് ഉരുക്കാം. വേഗം ആവൂലോ അല്ലേ? എന്നാ അവിടെ വെക്കാം. ഞാൻ അരി അരക്കട്ടെ കേട്ടോ. അതെ. ഗ്യാസ് കൂട്ടിക്കോളൂ മുത്തശ്ശി. കൂട്ടാൻ പറ്റില്ല, പെട്ടെന്ന് അടി പിടിക്കുമല്ലോ അല്ലേ? പിന്നെ ഉരുകി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. എന്താ കുഞ്ഞാക്ക് അറിയണത്? ഇനി ശർക്കര ശർക്കര അധികം വയ്ക്കാൻ പറ്റില്ല അതിനെ. അതെ. അരി എന്താ അതുകൊണ്ടിരിക്കണല്ലേ? മാളോ പഴവും അരിപ്പയും ഒന്നൂല്ലേ? അരിപ്പയായിട്ട് മിക്സ് ചെയ്യാനല്ലേ അമ്മേ? പിന്നെ അതാ മുത്തശ്ശിതാ ശർക്കര ഉരുക്കി കഴിഞ്ഞു. അതരിക്കാനല്ലേ അരിപ്പോണ്ടെന്ന്? അരിപ്പോം തിരിപ്പോം ശർക്കര അല്ലേ? എന്തോ അരിപ്പോം തിരിപ്പോം കോതല എന്താ എന്തോ 12 ആനൊക്കെ ഉണ്ട്. പണ്ട് കേട്ടത്, പിന്നെ പാടലൊന്നും ഇല്ലല്ലോ. നമ്മ എന്താ അപ്പൊ പാത്രം മൂറം പോയി കഴിക്കോളൂ. അതെ അമ്മേ, അതാ പഴവും വെളിച്ചെണ്ണൊക്കെ പുറത്തേക്ക് വെച്ചോളൂ. ആണല്ലേ? നല്ല പെട്ടെന്ന് കിട്ടാനും അതേപോലെ നല്ല ടേസ്റ്റിനൊക്കെ മൈസൂർ പഴം നല്ലതാണ്. ഉണ്ടല്ലേ? ഫ്രിഡ്ജിലാണ് നമ്മൾ ഏലക്കായ എടുത്തേക്കല്.
ഞാനല്ല മുത്തശ്ശി. മുത്തശ്ശിയാ? ആ ഒന്നിച്ച് കുറച്ച് വറുത്ത് ഉണക്കി പൊടിച്ച് വെച്ചതാ. ആ ഏലക്കായപ്പൊടി മുത്തശ്ശിയുടെ മിഷനിൽ ഉണക്കണ മിഷനിൽ വെച്ച് പൊടിച്ച് ആ ആവശ്യത്തിന് എടുത്താൽ മതിയില്ല. അപ്പൊ പൊടിക്കണ്ട. ആ വേണ്ട വേണ്ട, നിറച്ച് സൂക്ഷിച്ച് വെക്കാം അല്ലേ? ആ അപ്പൊ അത് അരിപ്പയുമായി അമ്മ, ശർക്കരയുമായി മുത്തശ്ശി. ആ അരിച്ചോളൂ അരിച്ചോളൂ ഒഴിച്ചോളൂ. നമുക്കപ്പോ അത് ഇളക്കി കൊടുക്കാം. ആ പ്രത്യേക സൗണ്ട് ഉണ്ടല്ലേ അമ്മ ഇളക്കുമ്പോ? ആ അതെ, നമ്മൾ അടി തട്ടുകയാണ് ഈ പാത്രത്തിന്റെ. ആ അപ്പൊ അമ്മേ നമ്മളെ ഫുഡ് കഴിക്കണം കയ്യില്ലേ? ഞാൻ പിന്നെ ഫുഡ് വീഡിയോ എടുത്തതിന് ശേഷം കഴിക്കാം. അതെ അപ്പൊ അതെ അതുകൊണ്ടാണ്. അപ്പൊ എല്ലാരും ഉണ്ടെന്ന് അതെ അല്ലേ കമന്റ് കൊറേ വന്നിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്ത് മുത്തശ്ശിയുടെ മോനെ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അറിയില്ല എന്നല്ല, അങ്ങനെ വീഡിയോയിൽ വരാറില്ലല്ലോ അമ്മ, എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉള്ളൂ. അപ്പൊ പുതിയ ആൾക്കാർ നമ്മളെ കാണുന്നവരുണ്ട്. അപ്പൊ ആദ്യമായിട്ടാ കുട്ടോ അമ്മാനെ കാണിക്കൂ. അമ്മ കാണിക്കാം. അമ്മായി പിന്നെ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. പിന്നെ കുഞ്ഞാവയും ആളും സ്ഥിരാണ്. അതെ നെയ്യ് കുറച്ച് ഒഴിച്ചു ഞാൻ കഴിക്കാൻ തുടങ്ങി ചോറ് മാത്രമായിട്ട്. അപ്പൊ നമ്മളെ ഫുഡ് ഡൈനിങ് ഇങ്ങോട്ട് ആക്കിയില്ല അമ്മേ, ഹാളിക്ക് ആക്കി. അതെ അതെ സൗകര്യം ഇതാണ്. പപ്പടം പപ്പടം ആ പപ്പടം എന്റെ പ്ലേറ്റിലാണല്ലോ അച്ഛണ്ട്. അത് ശരി. ആ അച്ഛാ അച്ഛനുള്ള ചോറ് തട്ടിക്കോളൂ തട്ടിക്കോളൂ. അതെ 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 അച്ഛൻ കുറച്ച് ചോറുള്ളൂ വെച്ചിട്ടേ മൂളക്കം കുറച്ചെണ്ണു അല്ല കൂട്ടിയെണ്ണു. ആ കുഞ്ഞാ അതെ പപ്പടം ചോറ് പപ്പടം. മാളുവിന് മുരിങ്ങ കൂട്ടാനാകൊണ്ടേ ഊണഴിക്കാൻ രുചിയായി പറയുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും മുരിങ്ങ കൂട്ടാൻ ഇഷ്ടമാണ്. എല്ലാരും ഓരോന്ന് വളർത്തിയിട്ട് അഭിപ്രായം പറയാ. കഴിച്ചിട്ടല്ലേ കേട്ടോ? അതെ കുറച്ച് മതി അമ്മ. ആ മതി മതി മതി. അച്ഛൻ വെറും ചോറാണ് അതിനുള്ളത്. വലിയ വിഭവമൊന്നുമില്ല. അതൊരു ഒന്നൊന്നര ഉലുവ മാങ്ങല്ലേ അമ്മേ? എന്താ എരുവല്ലേ? ഇരുന്നപ്പോ റെഡി ചെയ്യോ? അല്ല എനിക്ക് എരിവ് ഇഷ്ടാണ്, അവിടെ പറഞ്ഞത്. അടുത്ത് പയറ് പയറ് കൊണ്ടാട്ടം കുഞ്ഞാവയ്ക്കും. കഴിച്ചിട്ട് എങ്ങനെയുണ്ട് അഭിപ്രായം പറയൂ. സൂപ്പർ. കുഞ്ഞാവേ കഴിച്ചിട്ട് എന്തായി പറയൂ പറയൂ. അത് ശരി, നെയ്യ് കൂട്ടിയിട്ട് ആദ്യം കഴിച്ചിട്ട് ഒന്ന് അതെ അതെ അവസാനമായി ഇതാ പായസം. ആ പായസം എടുത്തോളൂ. ഇങ്ങനെ ഗ്ലാസ്സില് അതോ എന്നുവെച്ചാ പായസം എടുത്തോളൂ. അതെ സ്പെഷ്യൽ പായസം. അതെ അതെ പായസം. അതെ അതെ ആണോ? കുഞ്ഞാവിടെ കൂടെ നിൽക്കും അവിടെ. പായസം കഴിഞ്ഞാൽ പിന്നെ ചോറ് വേണ്ട. പപ്പടപ്പോ അല്ലേ? അതെ അതെ പായസം വേണോ? ഇപ്പൊ അതാ ഉച്ച കഴിഞ്ഞിട്ട് എന്തോ ഗെയിം കളിക്കാന്ന് പറഞ്ഞ അമ്മ പോയിട്ടുണ്ട്. എന്താ ഇരിക്കലേം കൊണ്ടൊക്കെ എന്താ സംഭവം നോക്കിയോട്ടെ പോയിട്ട്. എന്താ അമ്മേ ഗെയിം? പണ്ടത്തെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തേ പിന്നെ പണ്ടൊക്കെ നമ്മള് ഇങ്ങനെ പുറത്ത് പോയിട്ട് അന്ന് ക്രിക്കറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ആൺകുട്ടികളൊക്കെ. കുട്ടോ ഇതെന്താ മനസ്സിലായോ? ഇരിക്കല മനസ്സിലായി. അതുകൊണ്ട് നമുക്കൊരു കളിയുണ്ട്. അത് നമുക്ക് കളിക്കാം. എന്താ സംഭവം എങ്ങനെയാണ്? ഇപ്പോ ഇതിന് നൂറാങ്കോല് പറയും. നൂറാങ്കോല് ഈർക്കിൽ കളി എന്നും പറയും.
നല്ല രസാ സംഭവം. ആണോ? പിന്നെ നമ്മള് പണ്ടൊന്നും അങ്ങനെ കളിക്കാനൊന്നും അങ്ങനെ പോവാറൊന്നുമില്ല, ദൂരൊന്നും പോവാറില്ല. അടുത്ത വീടുകളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കളിക്കും. വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് കളിക്കാൻ പറ്റും, പുറത്തൊന്നും ഇറങ്ങി കളിക്കണ്ട. അപ്പൊ അങ്ങനെ നമ്മളൊരു ഗ്രൂപ്പായിട്ടോ അങ്ങനെയൊക്കെ 5-8 കുട്ടികളൊക്കെ കൂടിയിട്ട് കളിക്കുമ്പോ നല്ല രസാ. ആരാ ജയിക്കുക ആരാ തോൽക്കുക കാണാൻ ഒരു രസമാണല്ലോ. ഇതിലൊരു വലിയ കോലുണ്ടാവും, ഈർക്കിലുണ്ടാവും, പിന്നെ ഒരു 10 ചെറുതും. അപ്പൊ 100-ാം കോല് എന്നാ നമ്മളിതിന് പറയാറ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനത്തെ ഒരു കളി കളിക്കാം. അതെ കുട്ടോ, കുഞ്ഞാവേ മാളൊക്കെ ഇപ്പൊ കളിക്കാൻ റെഡി ആയിട്ട് വന്നതല്ലേ. നമുക്ക് ഇതൊക്കെ ഈർക്കിലൊക്കെ വൃത്തിയാക്കാം കേട്ടോ. ഇരുന്നിട്ട് കുഞ്ഞാവേ ഈർക്കിലൊക്കെ റെഡിയാക്കൂ ഇരുന്നിട്ട്. കളിക്കണ്ടല്ലേ, ഗെയിം കളിക്കണ്ടല്ലേ നമുക്ക്. വലിയ കോലം ചെയ്യാം. ഇപ്പൊ ഗെയിം കളിക്കണവര് ശ്രദ്ധിക്കാല്ലേ അമ്മ. അമ്മാനൊക്കെ കളിച്ചിട്ടുണ്ട്. ഇളകാതെ എടുക്കണവർക്ക് ഒരു കോല് 10 എന്നാ കണക്ക്, ചെറിയ കോല്. ഇത് 100. നമുക്ക് വലിയ കോല് റെഡി ഇവിടെ കാണിച്ചു തരാം കേട്ടോ. വെള്ളവും മുത്തശ്ശി ഗെയിം കളിക്കല്ലേ? ആണോ? അമ്മ ചെറുപ്പകാലത്തൊക്കെ ഉണ്ടല്ലേ. പുളിങ്കുരുടെ പിന്നെ തായംകളി തായങ്ങളൊക്കെ ഒന്നുണ്ടേ. തായംകളി അല്ലേ? തായംകളി അതല്ലേ? അത് മരുന്ന ഒന്ന് മരുന്ന 1, 5 മരുന്ന് കഴിഞ്ഞാൽ 10, 5 കവുന്ന 5. അങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ക്. കായ ഒന്ന് കുരു കിട്ടുക അറിയില്ല. പനങ്കുരു, പാമ്പും കോണി. പനങ്കുരു എവിടെ? അവിടെ അമ്പലത്തിലുണ്ടോ? പ്രസാദിന്റെ അമ്പലത്തിലുണ്ടോ പനങ്കുരു? ഞാൻ കാവിലേക്കുണ്ടോ പോയി നോക്കണം. പനങ്കുരു കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ കളിക്കാം. അപ്പൊ പഴയ ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോ ഇഷ്ടാവില്ല. പണ്ടത് പ്രധാനമായിരുന്നു. തായം കളി, ഷീട്ട് കളി, ഉറക്കൊഴിച്ചിരുന്നിട്ടൊക്കെ തായം കളിക്കുന്നത്. ചൂട് വെക്കുക. ചിലവര് വളപ്പൊട്ട ഉപയോഗിക്കും, ചിലവര് മുല്ലമൊട്ട് ഉണ്ടെങ്കിൽ മുല്ലമൊട്ട്, ചിലവർ തെച്ചീര മൊട്ട്. കളറ് വെവ്വേറെയാണ് ഓരോരോ ഭാഗത്തേക്ക്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ആ കളി. ഇത് കിട്ടിയാൽ മുത്തശ്ശി പഠിപ്പിച്ചു തരാം കേട്ടോ കുട്ടൂനും. കുട്ടൂനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കുട്ടൂന്റെ പ്രായത്തൊന്നും കുട്ടി ജനിച്ചപ്പോഴും ക്രിക്കറ്റും കളികള് അധികം ഇല്ല. ചുള്ളിവടിയുണ്ട്, അത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കുട്ടിയും കോലും അമ്മ കളിച്ചിട്ടുണ്ട്. കുട്ടിയും കോലും ഒക്കെ ഓർമ്മയുണ്ട്. കണ്ണിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും. കണ്ണിന്റെ മുകളിൽ നിന്നിട്ട് ഇങ്ങനെ കണ്ണ് ഇങ്ങോട്ട് ആക്കിയിട്ട് അടിക്കും. എന്നിട്ട് അതിനൊരു വലിയ കോല എവിടെ അവിടെ അളന്നു നോക്കലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അടിക്കുമ്പോ ചിലപ്പോ തെറിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടി അങ്ങനെ കളി നിരോധിച്ച മട്ടായില്ല. കണ്ണ് പോയാലേ ഹോസ്പിറ്റലിൽ കൊണ്ടുവരും. അതെ, ഒരു ഗെയിം കാരണം കണ്ണ് പോയി പറഞ്ഞാ അല്ലേ? കുഴി വെച്ചിട്ട് എന്നിട്ട് അതിലെ മറ്റേ അങ്ങനെ അടിക്കല്ല, തോണ്ടിയിടുക. അപ്പൊ ചിലർ പിടിക്കും, ചിലർ പിടിച്ചു പിന്നെ എന്താ വെച്ചാ ഇവിടുന്ന് എടുത്തിട്ട് എറിയും. ആ കുഴീന്റെ അവിടേക്ക് ഈ ചെറിയ എടുത്ത് എറിയും. അപ്പൊ എന്നിട്ട് എത്ര അടി നോക്കും. അപ്പൊ അടി കുറച്ചുള്ള വെച്ചാൽ ഔട്ടായി. മറ്റേ എത്ര അടി വേണം അങ്ങനൊക്കെ. അപ്പൊ കുട്ടിയോ ഊണൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുമ്പോഴേ കുറച്ച് ചെറിയൊരു കളി കളിക്കാൻ വെച്ചിട്ട് 100-ാം കോല് വീട്ടിലോണ്ടാണ് അതിന്റെ കളി കളിക്കുന്നത്. അപ്പൊ ഇതെങ്ങനെയാ വെച്ചാല് നമ്മള് ഈ 100-ാം കോല് അറിയുമ്പോ ഈ ഒറ്റ കോലിനാ പറയാ. അതിങ്ങനെ ഇടുമ്പോ ഇതിന്റെ മീതെ
ഒന്നിച്ചാൽ പരത്തിയിടും. ആ അപ്പൊ ഇതുമ്മ മുട്ടി നിക്കണം 1-2 കോലെങ്കിലും. ആ ആ ആ ചെറുത് 2-3 മുട്ടി നിക്കണം. ഒറ്റയ്ക്ക് കടന്നാലേ ആളെ ഔട്ടാവും അപ്പൊ തന്നെ. ഇങ്ങനെ ഒന്നിച്ച് ഇടുമ്പോ അങ്ങനെ മുട്ടി 2-3 ചെറുത് ഇതുമ്മ കിടക്കണം. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് കിടന്നാത് അപ്പൊ തന്നെ ആളെ ഔട്ടാവും. ആ ആ പിന്നെ ഇതെന്താ ചെയ്യാ, ഇളകാതെ എടുക്കണം. ആ ഒരു കാറ്റ് ഇപ്പൊ നമ്മള് ഫാനൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ തന്നെ ചിലപ്പോ ഇങ്ങനെ ഇളകണ്ടേ പോകും. ആ അപ്പൊ അങ്ങനെ ഇളകാതെ അപ്പൊ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം. എന്നുവെച്ചാൽ മറ്റൊരു നമ്മൾ ഔട്ടാക്കാൻ വേണ്ടിട്ട് അത്രയും ശ്രദ്ധിച്ചു നോക്കി ഇരിക്കേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ല ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. അങ്ങനെ എല്ലാം ശരിക്കും എടുത്തവരൊക്കെയാണ് 200 അങ്ങനെയുള്ളവര് ഫസ്റ്റ് ആവും. അപ്പൊ അവർക്ക് എന്താ വെച്ചാൽ സമ്മാനം കൊടുക്കാനൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട്. അവസാനം എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടോ. ആയിക്കോട്ടെ, അപ്പൊ എന്തായാലും കളി തുടങ്ങാനില്ലേ? ഗെയിം തുടങ്ങാം. അതിന് മുമ്പായിട്ട് നമുക്ക് എല്ലാരും പേര് എഴുതാം. ആരൊക്കെ എത്രക്ക് നേടിയെന്ന് അറിയണല്ലോ. അതുകൊണ്ട് ആദ്യം മുത്തശ്ശിയുടെ പേരെന്നെ ആയിക്കോട്ടെ. എന്നാച്ചാ ഗെയിം സ്റ്റാർട്ട് ആക്കാം. സ്റ്റാർട്ട്. നോക്കട്ടെ. അപ്പൊ അച്ഛന് എത്ര കിട്ടിയത്? 20. എത്ര കിട്ടി? 20. എന്റെ ചെറിയ പോലെ നമുക്ക് 20 എഴുതാം. ഇങ്ങനെ പോണത് ഇനി മുത്തശ്ശി അടുത്ത്. കുട്ടികളെ അതിൽ 20 എഴുതിയിട്ടുണ്ട്. പേരും എഴുതിയിട്ടുണ്ട്. അച്ഛന്റെ 20. ഞാൻ അടുത്തത് മുത്തശ്ശി. മുത്തശ്ശി സ്റ്റാർട്ട് ആയിക്കോളൂ. മുത്തശ്ശിയുടെ ഫസ്റ്റ് വളകി. ആദ്യം തന്നെ ചെറുതെടുത്താതായിരുന്നു. മുട്ടി കിടക്കുകയാണ്. ശരി, അങ്ങനെ ബുദ്ധിമുട്ടല്ലേ. 0 മുട്ട 0. അടുത്തത് അമ്മ. അയ്യോ എന്റെ എങ്ങനെയാവോ? ശരി, തരൂ. നമ്മട്ടോളൂ. അപ്പൊ ഞാൻ അടുത്തത് സുഖായി. ഇത് എടുക്കാം, അത് എടുക്കാം, അത് എടുക്കാം. എന്തോ ഭാഗ്യം. എന്തൊക്കെ എടുക്കാം. 2 3 4. ഇനി ഇളകും ഉറപ്പാ. നോക്കിക്കോളും എല്ലാരും. കാഴ്ചശക്തി കുറവാ. ഞാൻ നോക്കിക്കോളാം. ഉറപ്പ് തന്നെ. എന്നാലും അല്ല കനം കുറഞ്ഞ ഇവിടെ പൊന്നടുക്കുന്ന ആ പൊന്തിക്കണോടത്ത് പൊന്തിച്ചാ മതി. അടുത്തോ പറയോണ്ട് ഇനി അടുത്തത് നോക്കാം. ഇന്നതും പൊന്തിക്കുണ്ട്. നടുക്കുന്ന ഇട്ടാ മതി. അതും കിട്ടി. അടുത്ത് ഇതാ ഒന്ന് എടുക്കാം. എളുപ്പാ. അതെ ആദ്യം ഇത് എടുക്കാല്ലേ. അയ്യോ എന്താ നെക്സ്റ്റ്. അല്ല ഇനി മുട്ടിക്കില്ലേ? ഇല്ല മുട്ടിയിട്ടില്ല കേട്ടോ. നോക്കിക്കോളൂ. മുട്ടിയില്ല. ഇനി എന്തായാലും ഇളകായിരിക്കും. നോക്കാം. ഇത് ഇളകാതെ കിട്ടും. അവിടെ മറച്ചാ മതി. പോയി 1 2 3 4 5 6 7 8 80. ഇനി അടുത്തത് അമ്മായി. ഞാനങ്ങോട്ട് ഇരുത്തണ. ഞാൻ ഇടും. ഇതാകുമ്പോ കുഞ്ഞാ വരൂ. അമ്മ കളിച്ചോട്ടെ. എഴുതില്ലേ മാളു? ഇല്ല. അപ്പൊ അമ്മായിക്ക് 0. അമ്മായി മുത്തശ്ശി മാച്ചാ. 0 രണ്ടായിരിക്കും. ഇനി അടുത്തത് മാളു. പറഞ്ഞോടുക്കാൻ പാടില്ല മുത്തശ്ശി. അത് വിളിക്കൂ. ഇനി അതുകൊണ്ട് തോണ്ടിയിടുക. ശരിക്കും പറഞ്ഞോടുക്കാൻ പാടില്ല അമ്മേ. കുട്ടികളല്ലേ ഇളകി. അപ്പൊ മാളു അതവിടുന്ന് മറക്കണേ.
ഇനി അടുത്ത വന്നു. മണവിന് 10. അച്ഛൻ അച്ഛൻ ഇങ്ങനെയൊക്കെ വേണ്ടത് നോക്കണേ. അമ്മ ഫസ്റ്റ് അടിക്കാൻ വേണ്ടിയുള്ള പ്ലാനാ. മുഴുവൻ കിട്ടാനിട്ടാണ്. അതെ. ആ ഇവിടെ ഉണ്ടോ? ഞാൻ നോക്കണ്ട്. ഈച്ചകൾ എന്തുപോലെ ഇപ്പൊ ഇവിടുത്തെ പൊന്തിച്ചിട്ടാ ഇടാൻ പറ്റും. ശരിക്കും നല്ല വെയിൽ അറ്റത്ത് ഒരു വണ്ണം കുറഞ്ഞൊരു കണ്ണ് ശരിയല്ല. അടിയിലാണല്ലേ, അടി പോയിട്ടില്ലേ, കാണാനില്ലേ. കിട്ടാൻ പണിയാ. എടുക്കുമ്പോ അളവ് തോന്നണല്ലേ കേട്ടോ, കാണുമ്പോ തോന്നുന്നുണ്ട്. ഇത് അടിയിൽ പെട്ടതാണല്ലേ, അത് പൊന്തിച്ചിടാൻ പറ്റും. ഇതെങ്ങനെ അടിപെട്ടാ അപ്പൊ മീരത്ത് അവിടെ മുട്ടിക്കോ? നമ്മ കണ്ണടാക്കിയാത്തോണ്ടേ കാണില്ല. ഇളകി അപ്പൊ ആരാ ജയിച്ച്? അപ്പൊ അമ്മനെ ജയിച്ചല്ലേ? അമ്മ ഇതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് ജയിച്ചു. അതെ അതെ, ഫുഡ് കഴിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോ. അതെ. അപ്പൊ മുത്തശ്ശി സോപ്പിന്റെ പണി നോക്കല്ലേ മുത്തശ്ശി? ആ സ്കെയിൽ ഉണ്ടായിരുന്നു ഇതിന്റെ, അവിടെ കാണാനില്ല. മുത്തശ്ശി തൽക്കാലം ചട്ടുകത്തിന്റെ വാഴോണ്ടാണ് റെഡിയാക്കിയത് ഇതൊക്കെ. പിന്നെ കയ്യറൊന്നും ഉപയോഗിച്ചില്ല, അതിന് മാത്രമൊന്നും അധികം ഇല്ലല്ലോ. പിന്നെ അതൊക്കെ തെരഞ്ഞു നോക്കണം. അപ്പൊ ഉണ്ടാക്കിട്ട് കൊറേ ദിവസമായി, ഓണക്കാലത്തിട്ട് ഉണ്ടാക്കിയതാ. ഇനിയിപ്പോ ഓണം വരികയില്ല, അപ്പൊ കയ്യറ വാങ്ങണം, സ്കെയില് എവിടെ വെച്ചാ വാങ്ങണം, അല്ലെങ്കിൽ വേറെ വാങ്ങണം. ഇതിപ്പോ തൽക്കാലം നമുക്ക് കുറച്ച് ദിവസം തേക്കാൻ തിരുമ്പാളത് ഉണ്ടാവൂല, അലക്കിയിരിക്കാൻ. അപ്പൊ അതുകൊണ്ട് വെറുതെ കൊണ്ടുവച്ചിട്ട് കൊറേ ദിവസമായി, കിറ്റ് കൊണ്ടുവച്ചിട്ട്. അപ്പൊ ഏതായാലും ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ്. അമ്മേ വൈകുന്നേരത്തെ അപ്പത്തിന്റെ ഓർഡർ അല്ലേ? അതെ, അപ്പൊ നമുക്ക് നാളികേരം കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി അപ്പം നാളെയാണ് ഉണ്ടാക്കേണ്ടത്. ആണല്ലേ? കുറച്ചപ്പം ഉണ്ടാക്കണ്ടു, ഇപ്പൊ കുറച്ച് മതി. അപ്പൊ നമ്മൾ അരക്കുമ്പോ ഒന്നിച്ച് അരച്ചു വെച്ചു. ഈ രീതിയിലാണ് വേണ്ടത്. അമ്മേ എണ്ണ കഴിച്ചു സെറ്റ് ആയില്ലേ? അതെ, അപ്പൊ നമ്മളെ എണ്ണ ചൂടാകാൻ വെച്ചു. ഇനി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഓരോ കുഴിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതെ അതെ, മഴ വരുന്നുണ്ട് പുറത്ത്, മഴക്കാർ നോക്കൂ കേട്ടോ. മഴ വരുമ്പോഴേക്ക് വേഗം തോരട്ടുണ്ടാക്കി എടുത്തോണ്ടിട്ടോ. ഓടിക്കോളൂ. ഇപ്പൊ ഓടി കഴിഞ്ഞാ തോരട്ടെടുക്കാം. ഇനി മഴ പെയ്ത് കഴിഞ്ഞാല് കാലാവസ്ഥ നല്ല മഴക്കാറാണ്. നല്ല മഴക്കാറാണ്. വിത്ത് അപ്പം അല്ലേ അമ്മ? ഇക്കും ടേസ്റ്റ് ചെയ്യാൻ തരില്ലേ? വൈകുന്നേരത്തെ എണ്ണക്കടി പറഞ്ഞ അരി ഏതായാലും ഓർഡർ ഉണ്ടാകുമ്പോ നമുക്കേ ഓരോന്ന് ചായക്ക് കഴിക്കാലോ. അപ്പൊ അപ്പൊക്കെ ഏകദേശം ആയി തുടങ്ങിയില്ലേ അമ്മ? റെഡി. അപ്പൊക്ക് നടുവത്തെ കള്ളി ഫില്ലാക്കാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടി വയ്ക്കല്ലേ അമ്മ? നമ്മളെ ടാറ്റിക്കൽ മൂവ് ആണത്. ഇത് വേഗാവൂ, നടുക്കിലാകുമ്പോ നല്ല ചൂടായി കേറൂലോ. അപ്പൊ അതങ്ങനെ ഒന്ന് മാത്രായില്ല അമ്മേ, നമ്മള് നടുവത്തെ വേഗം എടുത്തു. അതെ, നമുക്ക് 4 ഒപ്പം എടുക്കാനാവും. അപ്പൊ ഒരുമിച്ചെടുക്കാം.